വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നേരിടുന്ന കാലതാമസം ഒഴിവാക്കുന്നതിനായി പീരുമേട് എംഎൽഎയുടെ അധ്യക്ഷതയിൽ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെയും HMC അംഗങ്ങളുടെയും യോഗം ചേർന്നു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 5 കോടി രൂപയും ഇടുക്കി പാക്കേജിൽ അനുവദിച്ച 2 കോടി രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മഴക്കാലത്ത് ചോറ്റുപാറ കൈത്തോട്ടിൽ വെള്ളമുയർന്നാൽ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. കൂടാതെ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപയും മഴക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയും അനുവദിച്ചത്. പദ്ധതികളുടെ നടത്തിപ്പിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായാണ് പീരുമേട് എംഎൽഎ വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും HMC അംഗങ്ങളുടെയും യോഗം ചേർന്നത്. യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. ആശുപത്രിയിൽ അടിയന്തരമായി നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ MLA വിശദീകരിച്ചു. വെള്ളം കയറാത്ത രീതിയിൽ അത് നിർമ്മിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദൗത്യം. മറ്റൊന്ന്, കിഴക്ക് ഭാഗത്തായിട്ട് നീളത്തിൽ പുതിയ കെട്ടിടം പണിയണം. അതിനുവേണ്ടി ഇപ്പോഴുള്ള ആ 2 ക്വാർട്ടേഴ്സുകളും അതേപോലെ തന്നെ നമ്മുടെ മോർച്ചറിയും പൊളിച്ചു മാറ്റി അവിടെ കെട്ടിടം പണിയാമെന്നുള്ളതാണ് എടുത്തിട്ടുള്ള തീരുമാനം. അതിൻ്റെ നടപടികളെല്ലാം ദ്രുതഗതിയിൽ ആക്കുവാനുള്ള ചർച്ചകളാണ് നടന്നത്. കാലഹരണപ്പെട്ട ആശുപത്രിയുടെ മോർച്ചറിയും അനുബന്ധ കെട്ടിടവും പൊളിച്ചു നീക്കി ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കും. ചോറ്റുപാറ കൈത്തോടിന് കുറുകെ നിലവിലുള്ള പാലം പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കും. തോട്ടിലേക്ക് ഇറക്കി നിർമ്മിച്ചിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കും. ജൂൺ മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് MLA നിർദ്ദേശവും നൽകി.